എല്ലാവർക്കും നമസ്കാരം. ലൂസൺ PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി. ആ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലൊട്ടാകെ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 12 പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ കൃത്യമായിട്ട് ഓരോന്നും പഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 4 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. തുടർന്നുള്ള വീഡിയോകളിൽ ബാക്കിയുള്ള പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്, ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതെനിക്കും നിങ്ങൾക്കും ഗുണകരമായിരിക്കും. പിന്നെ ഈ ക്ലാസ്സിന്റെ നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഇത് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് പഞ്ചവത്സര പദ്ധതി, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങളെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അതെന്താന്ന് നോക്കാം. ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ USSR. ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ രാജ്യം USSR ആണ്. വർഷം 1928 മുതൽ 33 വരെയുള്ള കാലയളവിലാണ് ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചവത്സര പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വരാൻ പോകുന്ന 5 വർഷത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കേണ്ട വികസനങ്ങളെ കുറിച്ച്, അതൊരു പദ്ധതികളെ കുറിച്ചൊക്കെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നു. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അത്ര മാത്രമേ സിമ്പിൾ ആയിട്ട് പറഞ്ഞാലുള്ളൂ. അപ്പോ 1928 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. USSRലാണ് ആരംഭിച്ചത്. അപ്പോ അതിന് കുറച്ച് കാര്യങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുമല്ലോ. ആ ലക്ഷ്യങ്ങളൊക്കെ 1932 ആകുമ്പോൾ തന്നെ പൂർത്തിയായി. അപ്പോ ആ പദ്ധതി ആ സമയം കൊണ്ട് 32 ആകുമ്പോൾക്ക് വിജയിച്ചു. അപ്പൊ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് മറ്റു രാജ്യങ്ങളും പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി USSRലെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ജോസഫ് സ്റ്റാലിൻ ആണ്. ജോസഫ് സ്റ്റാലിൻ. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. അതെ, USSRൽ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പോ ഇന്ത്യയിൽ ഒരു ഭരണാധികാരി ആയിരിക്കുമല്ലോ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടാവുക. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരിയുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. പറഞ്ഞേ, ജവഹർലാൽ നെഹ്റു. മാറിപ്പോവരുത്, ജവഹർലാൽ നെഹ്റു. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പൊതുവായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ പോക്കാണ്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആദ്യം തന്നെ പഠിക്കേണ്ടത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ആരംഭിച്ച വർഷം 1951 ആണ്. 51 തൊട്ട് എത്ര വർഷം വരെ ഉണ്ട്? 56 വരെ, 5 വർഷം അല്ലെ. 1951 തൊട്ട് 1956 വരെയുള്ള കാലയളവിലാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങൾ ഈ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വീണ്ടും വീണ്ടും ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് എടുത്തു പറയില്ല, ഒരു ആവർത്തന വിരസതയുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഏത് മാതൃകയാണെന്ന് ചോദിച്ചാല് ഹരോഡ് ഡോമർ മോഡൽ. എന്താണ്? ഹരോഡ് ഡോമർ മോഡൽ ആണ്. ഹരോഡ് ഡോമർ മോഡൽ. പറഞ്ഞേ, ഹരോഡ് ഡോമർ മോഡൽ. മറ്റൊരു പേരാണ് കാർഷിക പദ്ധതി. ഇനി ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് കരട് രൂപരേഖ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ KN രാജ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ KN രാജ്. ഇദ്ദേഹം ഒരു മലയാളിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതും ഡോക്ടർ KN രാജ് ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാലോ അതും നമ്മുടെ ഈ പുള്ളി തന്നെ, ഡോക്ടർ KN രാജ്. ഇനി പദ്ധതി ആരംഭിക്കുന്നത് 1951 ഏപ്രിൽ 1. 1951 ഏപ്രിൽ 1 പദ്ധതി ആരംഭിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ കാർഷിക പദ്ധതി എന്നുള്ള പേര് കൂടി ഉണ്ട് അല്ലെ. കാർഷിക പദ്ധതി എന്ന് പറയുന്ന സമയത്ത് എന്തിനായിരിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. കൃഷി എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലെ. അതിന്റെ കൂടെ ജലസേചനം, കൃഷിക്ക് ആവശ്യമായ ജലസേചനം ഉണ്ടാവും, വൈദ്യുതീകരണം ഉണ്ടാവും. ഓക്കെ, ഈ 3 പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക.
കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? കാർഷിക പുരോഗതി അല്ലേ? കാർഷിക പുരോഗതി കൈവരിക്കുക എന്നുള്ളതായിരിക്കും അല്ലെ? അതേപോലെ തന്നെ കൃഷിയിൽ പുരോഗതി കൈവരിക്കണമെങ്കിൽ എന്ത് വേണം? അത്യാവശ്യമായിട്ട് ജലസേചനം വേണം അല്ലെ? ജലസേചനം. അപ്പോ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളാണ് ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. ഓർത്തിരിക്കുക. ഈ ദാമോദർ വാലി ഇല്ലേ? ദാമോദർ വാലി നമ്മൾ ഇപ്പൊ പറഞ്ഞ ദാമോദർ വാലി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ നദീ പദ്ധതിയാണ് ദാമോദർ വാലി. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ നദീ പദ്ധതിയാണ് ദാമോദർ വാലി. അമേരിക്കയിലെ ടെന്നീസ് വാലിയുടെ മാതൃകയിലാണ് നടപ്പിലാക്കിയത്. ദാമോദർ വാലി അമേരിക്കയിലെ ടെന്നീസ് വാലിയുടെ മാതൃകയിലാണ് നടപ്പിലാക്കിയത്. എന്താ പേര്? ദാമോദർ വാലി, ടെന്നീസ് വാലി. ആ രണ്ട് വാലി ഉണ്ടെന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതിയല്ലേ ഇത്? കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതിയാണ്, കാർഷിക പദ്ധതിയാണ്. അപ്പോ ഇതിന്റെ മറ്റൊരു ലക്ഷ്യം എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുക. ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുന്നതിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു പദ്ധതിയാണ്. അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനും പ്രാധാന്യം നൽകി. അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനും പ്രാധാന്യം നൽകി. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകി. കുടുംബാസൂത്രണം ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഇന്ത്യയാണ്, 1952. ഓക്കെ, അതൊന്നും ഓർത്തിരിക്കുക. ലോകത്ത് ആദ്യമായിട്ട് കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയ രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ആദ്യമായിട്ട് കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയ രാജ്യം ഇന്ത്യയാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഇതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ്സ് ആണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, സാമൂഹിക വികസന പദ്ധതി എന്നിവ ആരംഭിച്ചു. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് അല്ലെങ്കിൽ അതും പിന്നെ സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചു. ഈ സാമൂഹിക വികസന പദ്ധതിയുടെ ഇംഗ്ലീഷ് പേരാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ CDP. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ CDP. നമ്മുടെ ഇന്നത്തെ പഞ്ചായത്ത് രാജില്ലേ? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ മുൻഗാമി ആണ് CDP. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ മുൻഗാമിയാണ് CDP. ഇനി പഞ്ചായത്ത് രാജിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് രൂപരേഖ തയ്യാറാക്കിയത് ബൽവന്ത് റായ് മേത്ത. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ CDPയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇത്. 55 പദ്ധതികൾ CDPയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നും ഓർത്തിരുന്നാൽ മതി. 55 പദ്ധതികൾ എന്താണെന്നൊന്നും നോക്കണ്ട. 55 പദ്ധതികളെ CDPയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ. ഇനി അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം, UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1953ലാണ്. 1953ലാണ് നിലവിൽ വരുന്നത്. ഇത് സർക്കാരിന്റെ ഒരു ഓർഡറിലൂടെയാണ് നിലവിൽ വന്നത്. പിന്നീട് 1956 UGC ആക്ട് പാസ്സാകുന്നു. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്ന വഴി UGC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് മാറി. UGC സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് മാറിയത് 1956. നിലവിൽ വന്നത് 1953. അത് പിന്നെ 1956 അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് മാറി. UGC ആക്ട് പാസ്സാക്കിയ വർഷം എപ്പോഴാണ്? 1956. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് തന്നെ നടന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ കൂടെ തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് 5 IIT സ്ഥാപിതമായി. 5 IIT സ്ഥാപിതമായത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അല്ലെങ്കിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് 5 IIT സ്ഥാപിതമായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഗോരഖ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. ഗോരഖ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. ഓക്കെ. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, കൈവരിച്ച വളർച്ചാ നിരക്ക് 3.6%. ഒന്നാമത്തത് ലക്ഷ്യമിട്ടത് എത്രയാണ്? 2.1, കൈവരിച്ചത് 3.6, 3.6%. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് ക്ലിയർ അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വീഡിയോ റീവൈൻഡ് ചെയ്തിട്ട് ഒന്ന്
കണ്ടു നോക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വളരെ വളരെ ഇമ്പോർട്ടന്റ്. 1956 മുതൽ 1961 വരെ അല്ലെ. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എപ്പോ അവസാനിച്ചത് 1956 അവിടെ നിന്നല്ലേ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി തുടങ്ങുക. അപ്പോ 56 തൊട്ട് 5 വർഷം എപ്പോഴാണ് 1961 വരെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈസി ആയിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നതാണ്. ഇനി ഒന്നാമത്തെ പദ്ധതി കാർഷിക പദ്ധതിയാണെങ്കിൽ രണ്ടാമത്തെ പദ്ധതി വ്യാവസായിക പദ്ധതിയാണ്. വ്യാവസായിക പദ്ധതി ഇതിന്റെ മാതൃക ഏതാന്ന് ചോദിച്ചാല് മഹലനോബിസ് മാതൃക. PC മഹലനോബിസ് മാതൃകയാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ. ഓക്കെ, ഇനി ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് ചോദിച്ചാലോ വ്യവസായവൽക്കരണം, ഗതാഗത വികസനം. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഈ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സമയത്ത് അതിന്റെ പുറകിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. 1956 ജനുവരിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ വെച്ചിട്ട് ചർച്ച ചെയ്ത് അംഗീകരിച്ച ഒരു കാര്യമാണ് സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക, സമൂഹത്തിൽ സോഷ്യലിസം വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി. അങ്ങനെ ഒരു ഉദ്ദേശം ഈ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതികൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് മിശ്ര സമ്പദ് വ്യവസ്ഥക്ക് വഴി തുറന്നു. ഓക്കെ, ഇനി 1956 രണ്ടാം വ്യാവസായിക നയം നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ വ്യാവസായിക നയം പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തെ വ്യാവസായിക നയം പ്രഖ്യാപിക്കുന്നത് 1956 ആണ്. 1956 എന്ന് പറയുന്ന സമയത്ത് ഏതാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് 1956 പ്രഖ്യാപിച്ച രണ്ടാം വ്യാവസായിക നയമാണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഈ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ദേശീയപാത നിയമം നിലവിൽ വന്നു. ദേശീയപാത നിയമം നിലവിൽ വന്നത് 1956 1956 എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന് വിചാരിക്കുന്നത്. ഇത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നിലവിൽ വന്നത്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസാക്കി. DRDO നിലവിൽ വന്നു. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ 1958 നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം ആരംഭിച്ചതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു 1960. അത് ഏത് വർഷ പദ്ധതിയുടെ കാലത്താണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. ഇനി മറ്റൊരു പോയിന്റ് ആണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായി. ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ PSCയുടെ എല്ലാ പരീക്ഷകൾക്കും സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കില്ല. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്കി വ്യവസായശാലകൾ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്കി വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 എണ്ണം. ഒന്ന് ദുർഗാപൂർ ഇരുമ്പുരുക്കി വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അത് നിർമ്മിക്കാൻ സഹായം ചെയ്ത വിദേശ രാജ്യം ബ്രിട്ടനാണ്. ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂർ ഇരുമ്പുരുക്കി വ്യവസായശാല ആരംഭിച്ചത്. ഇനി ഒന്നാണ് റൂർഖേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. റൂർഖേല ഇരുമ്പുരുക്കി വ്യവസായശാല ഒഡീഷയിലാണ്. അതിന് നിർമ്മിക്കാൻ സഹായം ചെയ്ത വിദേശ രാജ്യം ജർമ്മനി. ഇനി ഭിലായ് ഇരുമ്പുരുക്കി വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഇതിനെ സഹായം ചെയ്തത് USSR ആണ്.
ഓക്കെ, ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സാധാരണയായിട്ട് നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായശാലകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നാലെണ്ണം പഠിക്കാറുണ്ട് അല്ലെ? ദുർഗാപൂർ, റൂർക്കല, ഭിലായ്, ബൊക്കാറോ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് നിലവിൽ വരുന്നത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. മാറിപ്പോകരുത്, ഒരു മാർക്ക് വല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാൽ നഷ്ടപ്പെട്ടു പോകും, നെഗറ്റീവ് അടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. ബൊക്കാറോ എന്നത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5%. 4.5% കൈവരിച്ചത് 4.3%. 4.3 അല്ലെങ്കിൽ 4.27%. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി വർഷം നമുക്ക് അപ്പൊ തന്നെ പഠിക്കാലോ. 1961 രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അവസാനിച്ചു. അപ്പോ 1961 തൊട്ട് 66 വരെ, 61 തൊട്ട് 66 വരെ ആയിരിക്കും മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. അത് പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് പഠിക്കാനില്ല, ഒന്ന് സിമ്പിൾ ലോജിക് വെച്ച് നോക്കിയാൽ മതി, കിട്ടും. ഇനി ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ. ഇതിന്റെ മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡലാണ്. എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചാലോ, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലുള്ള സ്വയം പര്യാപ്തത. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലുള്ള സ്വയം പര്യാപ്തത, പ്രധാനമായിട്ടും ഗോതമ്പിന്റെ കാര്യത്തിലുള്ള സ്വയം പര്യാപ്തത. ഇതൊരു പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ്. പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ് പരാജയപ്പെടാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, പിന്നീട് ഉണ്ടായ കാലാവസ്ഥാ പ്രശ്നം, അതായത് കടുത്ത വരൾച്ച എന്നിവയ്ക്ക് കൊണ്ട് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്ന സമയത്ത് 5.6%. കൈവരിച്ചതോ 2.8 മാത്രമാണ് കൈവരിച്ചത്. പകുതി പോലും നമുക്ക് ഏകദേശം പകുതി മാത്രമാണ് കൈവരിക്കാൻ സാധിച്ചത് അല്ലെ, 2.8. അപ്പോ ഇതൊരു പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ്. മൂന്നാമത്തത് ഒരു പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ്. അതും ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ദിരാഗാന്ധി ആദ്യമായി അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എപ്പോഴാണ്? 1965 അല്ലെ. 1965 എന്ന് പറയുന്ന സമയത്ത് ഏതാ കാലയളവ്? അത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഈ ഹരിത വിപ്ലവം ശ്രദ്ധിച്ചോ, ഹരിത വിപ്ലവം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിരന്തരം PSC ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി വരുന്ന പരീക്ഷകളും ചോദിക്കും. വളരെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, വൺ വേർഡ് വരാറുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോ ഈ ഹരിത വിപ്ലവം എന്നുള്ള ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഗ്രീൻ റവല്യൂഷൻ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാല് 1961 NCCERT നിലവിൽ വന്നു. 1962 നമ്മൾ പറഞ്ഞു ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായി. 1964 ജവഹർലാൽ നെഹ്റു മരിച്ചു. ആ വർഷം ഓർത്തു വെക്കണേ, 1964. നെഹ്റു മരിച്ച സമയത്ത് ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഗുൽസാരിലാൽ നന്ദ മാറി. ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാല് ഗുൽസാരിലാൽ നന്ദ. ഓക്കെ, ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാല് VV ഗിരി. അതും ഒന്ന് ഓർത്തിരിക്കണേ. ഇപ്പോ ഇവിടെ ഗുൽസാരിലാൽ നന്ദ, ജവഹർലാൽ നെഹ്റു മരിച്ച സമയത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഗുൽസാരിലാൽ നന്ദ മാറി. പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. ആരുടെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. ഓക്കെ, ഇനി
ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി. 1966 വളരെ ഇമ്പോർട്ടന്റ്, 1966 ജനുവരി 10 പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ താഷ്കന്റ് കരാർ ഒപ്പുവെച്ചു. 1966 ജനുവരി 10 താഷ്കന്റ് കരാർ ഒപ്പുവെച്ചു. ഓക്കെ, ഇനി 1966 ജനുവരി 10 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചു അല്ലെ. അതിന്റെ തൊട്ടടുത്ത ദിവസം നമ്മുടെ ഒപ്പുവെച്ച പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി 1966 ജനുവരി 15 വിദേശത്ത് വെച്ച് മരിച്ചു. അപ്പൊ ഈ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രധാനമന്ത്രി മരിച്ചാൽ ഉണ്ടാവേണ്ട ഒരു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ, അതും വിദേശത്ത് വെച്ച് മരിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഒരു അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കരാറിൽ ഒപ്പുവെച്ച് അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മരിക്കുന്നത്. അതിന്റെ പുറകിൽ യാതൊരു അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ആ കാര്യമൊന്നും എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? പ്ലാൻ ഹോളിഡേ നമ്മൾ പറഞ്ഞു. എന്താണ്? മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി വളരെ പരാജയപ്പെട്ട ഒരു പദ്ധതി ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. ലക്ഷ്യമിട്ടത് എത്രയായിരുന്നു? 5.6% ലക്ഷ്യമിട്ട്, കൈവരിച്ചതോ 2.8 മാത്രമാണ് കൈവരിച്ചത്. ഓക്കെ, അപ്പൊ ഈ പദ്ധതി ഒരു പരാജയപ്പെട്ട പദ്ധതിയാണ്. അപ്പൊ ഈ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടത് കൊണ്ട് 1966 തൊട്ട് 69 വരെയുള്ള 3 വർഷ കാലയളവ് പദ്ധതികളൊന്നും നടപ്പിലാക്കിയില്ല. പഞ്ചവത്സര പദ്ധതികളൊന്നും നടപ്പിലാക്കില്ല, മറ്റു പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ഈ കാലയളവ് അറിയപ്പെടുന്നത് പ്ലാൻ ഹോളിഡേ എന്നാണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അവസാനമായിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്നത് നാലാമത്തെ പഞ്ചവത്സര പദ്ധതി. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. പ്ലാൻ ഹോളിഡേ 1966 തൊട്ട് 69 വരെയാണ്. 69 വീണ്ടും പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നു. അത് നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 1964 തൊട്ട് 1974 വരെയാണ് ആ പദ്ധതി. ഓക്കെ, അപ്പൊ ഇത് നാലാമത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഏതാന്ന് ചോദിച്ചാൽ ഗാഡ്ഗിൽ മോഡലാണ്. അല്ലെങ്കിൽ അലൻ എസ് മന്നെ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം നേടുക. ഓക്കെ, ഈ രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ രണ്ട് ലക്ഷ്യങ്ങൾ മാത്രമല്ല, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, പക്ഷെ പ്രധാനപ്പെട്ടത് ഇത് രണ്ടെണ്ണമായിരുന്നു. ഈ നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്ക് ദേശസൽക്കരണം നടക്കുന്നത്. 14 ബാങ്കുകളാണ് ദേശസൽക്കരിച്ചത്. ബാങ്ക് ദേശസൽക്കരണം നടക്കുന്ന സമയത്ത് ധനകാര്യമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാന്ന് ചോദിച്ചാൽ അതും ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ഇനി നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. തുടക്കം കുറിച്ചത് 1970-ലാണ്. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. ഓപ്പറേഷൻ ഫ്ലഡ് എന്താണ്? ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓപ്പറേഷൻ ഫ്ലഡ് 1970. ഇനി 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും നമ്മുടെ നാലാമത്തെ പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. നോക്കിക്കേ, ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്ര? 5.7%. കൈവരിച്ചതോ 3.3%. അല്ലെ, ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് നാലാമത്തെ പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ട ഒരു പഞ്ചവത്സര പദ്ധതിയാണ്. അതിന് കാരണം എന്താന്ന് ചോദിച്ചാലോ, 1971 ഇന്ത്യ പാക് യുദ്ധം, അതിനുശേഷം ഉണ്ടാകുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉണ്ടാകുന്ന അഭയാർത്ഥി പ്രവാഹം, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നാലാമത്തെ പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ 4 പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് 8 പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാനുണ്ട്. അത് 2 വീഡിയോകളിലായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ പറഞ്ഞ ക്ലാസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം?
നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടും. അപ്പോൾ 2026 ഒരുപാട് പരീക്ഷകൾ വരാൻ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിയമനം നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാത്തവരൊന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ ആ പരീക്ഷയിൽ കൃത്യമായിട്ട് സിലബസ് നോക്കി പഠിച്ചാൽ, സിലബസ് നോക്കി മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് 2027 ആകുന്ന സമയത്ത് നമുക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. നല്ല റാങ്ക് തന്നെ കിട്ടിയാൽ ആദ്യം തന്നെ നമുക്ക് നിയമനം നടക്കും, നിയമനം കിട്ടും. പിന്നെ ഒരുപാട് അഡ്വൈസ് മെമ്മോ ഒക്കെ പോകുന്ന നിയമനം നടക്കുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് LGS. വിട്ട് കളയരുത്. അപ്പോൾ കൃത്യമായിട്ട് ടൈം ടേബിൾ സിലബസ് ഒക്കെ ആക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. തുടർന്നുള്ള വീഡിയോയിൽ അടുത്ത പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.